റോമനക്കവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ചോദ്യം. 1647 എന്ന സംഖ്യയെ റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഉത്തരം ശ്രദ്ധിക്കാം. 1647 റോമനക്കത്തിലേക്ക് മാറ്റുമ്പോൾ അതിനെ 1000 കൂട്ടണം 600 കൂട്ടണം 40 കൂട്ടണം 7 എന്ന രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യം 1000 എന്ന സംഖ്യയെ എം എന്ന അക്ഷരം കൊണ്ടും 600-നെ DC എന്ന അക്ഷരം കൊണ്ടും 40-നെ XL എന്ന അക്ഷരം കൊണ്ടും നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ 7-നെ എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഓരോന്നും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ. അതായത് 600 എന്ന സംഖ്യയെ നമ്മൾ DC എന്നെഴുതുന്നതിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. D എന്നുള്ളത് 500 ആണ്, C എന്നുള്ളത് 100. അപ്പോൾ 500 100 600 എന്നുള്ള അർത്ഥത്തിൽ വരും. എന്നാൽ അതേസമയം തന്നെ ഇടതുഭാഗത്ത് വരുമ്പോൾ 50-ൻ്റെ ഇടതുഭാഗത്ത് 10 വന്നപ്പോൾ ഇവിടെ 40 അതിൻ്റെ മൂല്യമായി കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 1647-നെ 1000 M എന്ന അക്ഷരം കൊണ്ട്, തുടർന്ന് 600 40 7 എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ റോമൻ സംഖ്യാ സമ്പ്രദായത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യവും. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, നമുക്ക് ചില അക്ഷരങ്ങൾ ഏതൊക്കെ സംഖ്യകളെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തമായി ഓർത്തിരിക്കേണ്ടതാണ്. M 1000, D 500, C 100, L 50, X 10, അതുപോലെ V 5. ബാക്കി 1 മുതൽ 10 വരെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ നിങ്ങൾ ഈ എഴുത്തിൽ നിന്നും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അവിടെയും 5 എന്നുള്ള സംഖ്യയുടെ മുന്നിൽ 4 വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നും 5-ന് ശേഷം 6 എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നും പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെ വലിയ സംഖ്യകൾ നമുക്ക് അതേ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. റോമൻ അക്കങ്ങൾ നന്നായി പഠിക്കുമല്ലോ.